സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം. സാധാരണ സ്ഥലനാമങ്ങൾക്കെല്ലാം പൊതുവെ കണ്ടുവരുന്ന പ്രാചീന സ്ഥലനാമ വാചുകളിലൊന്നാണ് ഊര്. നമ്മളിതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ ഊരിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച്. ഊറ്റെവിടെയുണ്ടോ അതൊക്കെ ഊരുകളായി രൂപപ്പെട്ടു. കാര്യം ശ്വാസവായു കഴിഞ്ഞാൽ മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ളത് ദാഹജലമാണ്. അപ്പോൾ ആ ദാഹജലം എവിടെയാണോ, ശുദ്ധമായ ജലം വളരെ എളുപ്പത്തിൽ എവിടെയാണോ കിട്ടാവുന്നത് അതിന് ചുറ്റും മനുഷ്യന് ഊർന്നുകൂടുക സ്വാഭാവികം. അങ്ങനെ ഊറ്റ് ലഭ്യമായ സ്ഥലങ്ങളിൽ മനുഷ്യൻ ഊർന്നുകൂടുകയും ആ കൂട്ടങ്ങളെല്ലാം പിന്നെ ഊര് എന്നും ഊർക്കൂട്ടങ്ങളെന്നും വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഊര് രൂപപ്പെട്ടത്. അക്കൂട്ടത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു ഊരാണ് പേരാവൂർ. പേരാവൂര് നമുക്കറിയാം കണ്ണൂർ ജില്ലയിലാണ്, തലശ്ശേരി താലൂക്കിലാണ്. അവിടെയുള്ള ഒരു പഞ്ചായത്തിൻ്റെ പേരാണ് പേരാവൂർ. അത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരും പേരാവൂർ എന്നാണ്. ആ നിയോജക മണ്ഡലത്തിൻ്റെ പേരും പേരാവൂർ എന്നാണ്. ഇത് കണ്ണൂരിൻ്റെ കിഴക്കൻ മലയോര പ്രദേശമാണ്. മണത്തണ തുടങ്ങിയ മലയോര പ്രദേശങ്ങളുടെ അടിവാരമാണ് പൊതുവെ പേരാവൂർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പേരാവൂർ എന്ന സ്ഥലത്തിനെ നമ്മൾ പിരിക്കുമ്പോൾ പെരിയ ആവൂർ എന്ന് കിട്ടും. ഈ പെരിയ ആവൂർ എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം കണ്ണൂർ തന്നെ തളിപ്പറമ്പിനടുത്ത് ഒരു സ്ഥലമുണ്ട്, പേരൂർ. പെരിയ ഊര് എന്നാണ് അർത്ഥം. പെരിയ എന്ന് പറഞ്ഞാൽ വലുതാണ്, വലിയ ഊര്. അപ്പോൾ പെരിയ ആവൂർ എന്താണ്? പെരിയ ആവൂർ, പെരിയ വലുതാണ്, ആവൂർ ആവ് നാൽക്കാലി അഥവാ പശു എന്നതിനർത്ഥം. ആവ് എന്നും ആയ് എന്നും പറയുന്നത് പഴയ പ്രാചീന മലയാളത്തിൽ പശുക്കളെയും നാൽക്കാലികളെയും പൊതുവെ പറഞ്ഞിരുന്ന പേരുകളാണ് ആവ് എന്നും ആയ് എന്നും. നമുക്കറിയാം ആയി രാജവംശം എന്നൊരു രാജവംശം പോലും തെക്കൻ കേരളത്തിൽ നിലനിന്നിരുന്നു. നമ്മുടെ കന്യാകുമാരി വരെ പമ്പ വരെ ആയിരുന്നു അതിൻ്റെ പ്രാചീന കാലത്ത് ആയി രാജ്യത്തിൻ്റെ അതിർത്തി. അത് 1-ാം നൂറ്റാണ്ടിലൊക്കെ പ്ലീനിയൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം അത് പല ഖണ്ഡങ്ങളായി മാറി. ഇത്തരത്തിൽ കേരളത്തിലാകമാനം, ഒരുപക്ഷെ ലോകത്താകമാനം തന്നെ ഈ പശുപാലകരുടെ പല പല സമൂഹങ്ങൾ, പല പല ദേശങ്ങൾ പല പല രീതിയിൽ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് തെളിവുകളുണ്ട്. അതിലൊന്നാണ് നമ്മൾ ബൈബിളിൽ യേശുക്രിസ്തു ഇവരെ കാലിത്തൊഴുത്തിലാണ് പ്രസവിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിനു മുമ്പ് അവിടുത്തെ കാലിത്തൊഴുത്ത് ആടുകളെയുമായി ഇടയന്മാർ നമ്മുടെ ആടിനെ മേയ്ക്കാൻ പോയിരുന്ന വിവരങ്ങളൊക്കെ ബൈബിളിൽ നമ്മൾ അറിയുന്നു. അന്ന് ഒരുപക്ഷെ പ്രാമാണികത്വം നിശ്ചയിച്ചിരുന്നത് ഒരാളിന് എത്ര പശുക്കളുണ്ടോ അല്ലെങ്കിൽ ഒരാളിന് എത്ര ആടുകളുണ്ടോ അതിൻ്റെ എണ്ണത്തിനെ ആശ്രയിച്ചായിരുന്നു. കാരണം ഭൂമി പൊതുസ്വത്തായിരുന്നു. അതുകൊണ്ട് ഭൂമിയെ വെച്ചുകൊണ്ട് വിലയിരുത്തുന്ന സമ്പ്രദായം നിലവിലിരുന്നില്ല. നാണയങ്ങളെന്ന് സ്വപ്നാവസ്ഥയിലായിരുന്നു, നാണയങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാളിൻ്റെ ആസ്തി അല്ലെങ്കിൽ അയാളുടെ വലിപ്പം, അയാളുടെ പ്രാമാണികത്വം, അയാളുടെ അധീശത്വം അളന്നിരുന്നത് അയാളുടെ ഉടമസ്ഥതയിലുള്ള പശുക്കളുടെയോ ആടുകളുടെയോ എണ്ണത്തിനെ ആശ്രയിച്ചു. അതുകൊണ്ട് തന്നെ ആയൂരുകളും ആവൂരുകളും ധാരാളം നമുക്ക് പല പല പേരുകൾ, അതായത് ഭാഷാ വ്യത്യാസമനുസരിച്ച് നമുക്ക് ലോകത്താകമാനം കാണാൻ കഴിയും. ഇപ്പോൾ കോയിൻ എന്ന് പറയുന്നത് കൗവിൽ നിന്നാണ് എന്ന് ഭാഷാശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ നാണയ വ്യവസ്ഥ പോലും, അതിൻ്റെ അടിസ്ഥാനം പോലും പശുക്കളെയും ആടുകളെയും നാൽക്കാലികളെയും ഒക്കെ ആശ്രയിച്ചിരുന്നു എന്നാണ് നമുക്കിത് ബോധ്യം വരുന്നത്. അത്തരത്തിലുള്ള പെരിയ ആവൂരാണ് പേരാവൂർ എന്ന് നമുക്ക് സാമാന്യേന അർത്ഥം പറയാം. കാരണം അതിൻ്റെ ഭൂപ്രകൃതി ഇതിനോട് യോജിക്കുന്നതാണ്. സാധാരണഗതിയിൽ അന്ന് പഴയ പ്രാചീന കാലത്ത് ഭൂപ്രകൃതി അനുസരിച്ച് അവിടുത്തെ ആവാസ വ്യവസ്ഥ അനുസരിച്ചും ഭൂമിയെ 5ആയി തിരിച്ചിരുന്നു പഴയ തമിഴകത്തുകാർ. അതിലൊന്ന് നമ്മുടെ ഈ കുറം എന്ന് പറയുന്ന സ്ഥലമാണ്. കുറം എന്ന് പറയുന്നത് കുന്നൻ പ്രദേശമാണ്. കുറവറായിരുന്നു അവിടുത്തെ ആദിവാസികൾ എന്ന് പറയുന്നത് അവരാണ്.
അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്നത് മരുതം എന്ന് പറയുന്ന സ്ഥലമാണ്. നീർവാർച്ചാ പ്രദേശമാണ്. കൃഷിക്കാരാണ്. വേളാളർ എന്ന് പറയുന്ന സമൂഹം അവിടെ ജീവിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് വരണ്ട ഭൂമിക്ക് അന്ന് പാല എന്ന് പറഞ്ഞിരുന്നു. അവിടെ മറവർ സമൂഹം ജീവിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് തീരപ്രദേശങ്ങൾ, കടലോ കായലോരങ്ങളോ എല്ലാം താമസിച്ചിരുന്ന ആളുകളെ, മീൻപിടുത്തം തൊഴിലായി സ്വീകരിച്ചിരുന്ന ആളുകളെ നമ്മൾ പരതവർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞിരുന്നു. അതുപോലെയാണ് പശുപാലകർ. കാടും കാട്ടോരവും ചേർന്ന പ്രദേശങ്ങളെ, പുൽമേടുകളെ കേന്ദ്രീകരിച്ചാണ് ഈ ആയർ സമൂഹം അല്ലെങ്കിൽ ആവർ സമൂഹം ജീവിച്ചിരുന്നത്. പശുപാലകരായിരുന്നു. അങ്ങനെ പശുപാലകരുടെ ഒരു സെറ്റിൽമെൻറ്റിന്, ഒരു വലിയ സെറ്റിൽമെൻറ്റിനെയാണ് പെരിയ ആവൂർ എന്നും പറഞ്ഞത്. അങ്ങനെ ഒരു പെരിയ ആവൂർ, അതിൻ്റെ ഭൂപ്രകൃതിയോട് ഭാഷാശാസ്ത്രത്തിനോടൊക്കെ ഒത്തു നിൽക്കുന്ന പെരിയ ആവൂർ, അതായത് വലിയ പശുപാലകരുടെ ഏറ്റവും വലിയ സെറ്റിൽമെൻറ്റുകളിൽ ഒന്നായിരുന്നു പെരിയ ആവൂർ എന്ന പേരാവും. നന്ദി, നമസ്കാരം.